അപ്പം നമ്മൾ 1.5 മാസം അല്ല 1 മാസമായിട്ടുള്ളൂ. 1 മാസത്തിന് ശേഷം നമ്മൾ ആളിനെ കാണാനായിട്ട് പോവുകയാണ്. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വേണ്ടപ്പെട്ട ഒരാളെ, എൻ്റെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, പാക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ റെഡിയാണ്, പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീടെല്ലാം അടച്ചു, ഇവിടെ ആരുമില്ല. അപ്പം വീടെല്ലാം അടച്ചു. നേരെ ഇനി ആ ആളിനെ കാണുമ്പം നിങ്ങൾക്ക് തരാം സർപ്രൈസ്. ഇപ്പം പോകുന്നത്, ഇപ്പം നിങ്ങളിപ്പോൾ ഈ യാത്ര കാണുമ്പോൾ അറിയാം ഈ റോഡ് ഏതായിരിക്കും എന്നുള്ളത്. ആലപ്പുഴ റോഡിൽ കൂടാണ് നമ്മളിപ്പം ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കണം നമ്മുടെ പ്രിയപ്പെട്ട ആൾ എവിടെയാണോ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആലപ്പുഴ സൈഡിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മൾ 1.5 മാസം അല്ല 1 മാസമായിട്ടുള്ളൂ. 1 മാസത്തിന് ശേഷം നമ്മൾ ആളിനെ കാണാനായിട്ട് പോവുകയാണ്. ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ആളിനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ അവിടുന്ന് വിളിച്ചു, ആളിനെ കാണാൻ പറ്റും, വന്നോളുക എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ എക്സൈറ്റഡോടുകൂടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര തിരിക്കുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ പറയാതെ. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്ര AC റോഡിൻ്റെ നല്ല കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആ യാത്ര തുടരുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഒരു പോസിറ്റീവ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ AC റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് ഇപ്പോൾ കണ്ടില്ല, KSRTC കയറി വരുന്ന ഒരു ബുദ്ധിമുട്ടും ആൾക്കാർക്ക് വരാത്ത രീതിയിലാണ് അവർ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു സംഭവമാണ് അവർ ചെയ്തത്, KSRTCക്കാർ ചെയ്തത്. ഓക്കെ, നല്ലതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ യാത്ര വീണ്ടും നമ്മളിങ്ങനെ ആരംഭിച്ചു. നേരെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പള്ളാത്തുരുത്തി പാലത്തിൻ്റെ നവീകരണം അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ AC റോഡിൻ്റെ പണികൾ മൊത്തത്തിലായിട്ട് നമുക്ക് ഓപ്പണായി കിട്ടും. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ ഇപ്പം AC റോഡ് കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അവിടുന്ന് നേരെ ബൈപ്പാസ് വഴി, അതിൻ്റെ ഒരു ഭംഗി അത് വളരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയേറെ ഭംഗിയാണ് നമ്മുടെ ആ നമ്മുടെ ആലപ്പുഴയിലെ പാലത്തെ കൂടെ, ആ ബൈപ്പാസ് പാലത്തെ കൂടെ പോകുമ്പോഴുള്ള ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട്. ആള് ഇവിടെ ഉണ്ട്, വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് അങ്ങോട്ട് പോവാം. അപ്പം നമുക്കങ്ങനെ ആളിനെ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ആളവിടെ വെയിറ്റിംഗ് ആണ്, ജസ്റ്റ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വേറെ ആരെയല്ല, നമ്മുടെ വേണ്ടി ഇവനെ കാണാനാണ് നമ്മൾ 1.5 മാസം നമ്മൾ വെയിറ്റ് ചെയ്തത്. 10-20 ഇവനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇവനെ കുറച്ച് പരിപാടികളും പണികളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ബമ്പറിലൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, ഒരു വണ്ടി റിവേഴ്സ് എടുത്തപ്പം നമ്മുടെ ടെയിൽ ലൈറ്റിലൊന്ന് ഇടിച്ചായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയായിരുന്നു നമ്മൾ ഷോറൂമിൽ കയറിയത്. അപ്പം നമ്മൾ ഇന്ന് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോണ്ടയുടെ ഷോറൂമിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള പെൻസുലാർ ഹോണ്ടയുടെ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ആൾക്കാരും നമ്മളോട് ഇടപെടുന്നത്. വണ്ടിയുടെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഇവരാണ് നമ്മളെ ഫോണിലൂടെ ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഇവരുടെ ടീമിനൊരു പ്രത്യേക അഭിനന്ദനം ഞാൻ കൊടുക്കുകയാണ്. സോ നമ്മുടെ വണ്ടി തന്നതിന്. അങ്ങനെ ഞാൻ ഈ വണ്ടിയുമായിട്ട് നേരെ പോകുന്നത് നമ്മുടെ പെങ്ങടെ വീട്ടിലോട്ടാണ്. പെങ്ങടെ വീട്ടിൽ പോകാനായിട്ട് ഒരു കാര്യമുണ്ട്, എന്താണെന്നല്ലേ, അത് വേറൊന്നുമല്ല, നമ്മൾ തന്നെ ഇവനെ ഇവിടെ ഒന്ന് ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കാര്യം ഇവനായിരുന്നു എൻ്റെ ഈ വണ്ടി ഇല്ലാഞ്ഞ സമയത്ത് നമ്മുടെ പ്രോഗ്രാമിലെല്ലാം കൂടെ. അപ്പോൾ അളിയനും ഒക്കെ നന്ദി അറിയിക്കുകയാണ് ഈ കൂട്ടത്തിൽ തന്നെ. അതുപോലെ തന്നെ ഈ രാത്രിയിൽ തിരിച്ചുള്ള യാത്ര ഹൈവേയിലൂടെ ഓച്ചിറയ്ക്കാണ്, അതായത് എൻ്റെ ഭാര്യ പ്രിയതമയെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. അപ്പം അവിടുന്ന് ഞാൻ നേരെ, അതിനാണ് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തതും. നേരെ അവിടെ നിന്ന് നമ്മുടെ വണ്ടിയുമായിട്ട് ഞാൻ നേരെ ഓച്ചിറയ്ക്കാണ്. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ഞാനിപ്പം കുറേ യാത്രയ്ക്ക് ശേഷം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.